ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ട്, അതായത് നമുക്ക് എപ്പോഴും സ്പെഷ്യലായിട്ടുള്ള ഒരു സംഭവമാണ് ജിലേബി, അതുപോലെ തന്നെ ലഡു. അപ്പോൾ ഇത് പെർഫെക്റ്റ് ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടും അതുപോലെ തന്നെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ജിലേബി റെസിപ്പിയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടെന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക, ബേക്കറി കിട്ടുന്ന, പ്രത്യേകിച്ച് തലശ്ശേരി ബേക്കറികളൊക്കെ കിട്ടുന്ന ഒരു ക്രിസ്പി ആയിട്ടുള്ള, ഓവർ ജ്യൂസി അല്ല, ക്രിസ്പി ആയിട്ടുള്ള. അപ്പോൾ അതിന് 1 കപ്പ് ഉഴുന്ന് ഞാൻ നന്നായിട്ട് വെള്ളത്തിൽ 3 മണിക്കൂർ കുതിർത്ത് കഴുകി വൃത്തിയാക്കിയിട്ട് അരച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അത് 3 മണിക്കൂറിൽ കൂടുതൽ എന്തായാലും കുതിരണം കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്ത് എന്താ പറയുക, ഞാനൊരു 1/4 കപ്പ് വെള്ളം ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുമിച്ച് ചേർത്ത് കൊടുക്കുന്നില്ല, കുറച്ചായിട്ട് 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അരച്ചെടുത്തപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ കുറച്ചും കൂടെ ലൂസാവാം. അപ്പോൾ ഓവർ ലൂസ് ആവാനും പാടില്ല, ഓവർ തിക്കാവാനും പാടില്ല. ചെറിയൊരു നമ്മുടെ എന്താ ഫ്ലോയിങ് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒഴുകി പോകുന്ന രീതിയിലുള്ള ഒരു, ഒഴുകുക എന്ന് വെച്ചാൽ ഓവറായിട്ടല്ല, ഇതിന് കുറച്ചും കൂടെ തിക്നെസ് കുറച്ചിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഈ തിക്നെസ്സിലെടുത്താലും കുഴപ്പമില്ല. അപ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, ഞാനിപ്പോൾ എന്താ പറയുക നമ്മുടെ നൂൽപുട്ടിൻ്റെയൊക്കെ പൊടിയില്ലേ, അതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ടീസ്പൂണാണ് 2 ടീസ്പൂൺ മൈദപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് മൈദപ്പൊടിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരല്പം ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫുഡ് കളർ ഓപ്ഷനിലാണ്, വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. കാരണം വെച്ചാൽ ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് ഫുഡ് കളർ ചേർക്കുന്നത്. നിങ്ങൾക്ക് ചേർക്കാൻ മടിയുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ ഒരു മഞ്ഞ കളർ കിട്ടും. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടെ ലൂസാവും. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ, ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്ക് ആ ജിലേബി നമ്മളൊരു പൈപ്പിംഗ് ബാഗിൽ ഏതിലാക്കുന്നത് വെച്ചാൽ നമുക്കത് ചുറ്റിയിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് ആക്കാൻ കഴിയണം. വീഴാത്ത രീതിയിലാവാറ്, കഷ്ടപ്പെട്ട് വീഴുന്ന രീതിയിലല്ല, നമുക്ക് ബലം പ്രയോഗിക്കാത്ത അതിൻ്റെ അകത്ത് വീഴുന്ന രീതിയിലായിരിക്കണം നമ്മളെ ജിലേബിയുടെ കൺസിസ്റ്റൻസി, മാവിൻ്റെ കൺസിസ്റ്റൻസി. അത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഓവർ ലൂസായി കഴിഞ്ഞാൽ എണ്ണയിലേക്ക് ഒഴിക്കുമ്പോൾ പരന്നങ്ങ് പോവും. അപ്പോൾ അങ്ങനെ ആവാൻ പാടില്ല. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് 1 നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഉപ്പ് എന്ന് വെച്ചാൽ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ, 1 നുള്ളു. അപ്പോൾ ഇനി ഞാനൊരു പാന് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1.5 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കണം. 1.5 കപ്പ് പഞ്ചസാരക്ക് 1 കപ്പ് വെള്ളം. അപ്പോൾ ഇതിൻ്റെ പരുവെന്ന് വെച്ചാൽ എത്ര പഞ്ചസാര എടുത്ത് എത്ര വെള്ളം എടുത്താലും പരുവെന്ന് വെച്ചാൽ ഒറ്റനൂൽ പരുവുണ്ടല്ലോ, നമ്മുടെ എന്താ പറയുക 1 സ്ട്രിങ് കൺസിസ്റ്റൻസി എന്ന് പറയും. അപ്പോൾ ആ ഒറ്റനൂൽ പരുവാണ്. അപ്പോൾ ഇപ്പം തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. ഇതിലേതെങ്കിലും ഒന്ന് ഒഴിച്ചു കൊടുക്കണം, കാരണം പഞ്ചസാര തണുക്കുമ്പോൾ കട്ട കെട്ടാതിരിക്കാനാണ്. അപ്പോൾ അതവിടെ നിന്ന് തിളക്കുന്നുണ്ട്. ഇനി നമുക്ക് പൈപ്പിംഗ് ബാഗ് ഇല്ലാത്തവരാണെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതുപോലത്തെ പ്ലാസ്റ്റിക് കവർ ഉണ്ടാവുമല്ലോ, നമ്മൾ പഞ്ചസാരയോ അങ്ങനത്തെ ഒക്കെ കൊണ്ടുവരുന്നത്, അപ്പോൾ അത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ തിരിച്ചിട്ടതിന് ശേഷം, കാരണം തിരിച്ചിടാന്ന് വെച്ചാൽ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ചുരുട്ടാൻ വേണ്ടിയിട്ട് സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് ഒരു ഗ്ലാസ്സിൽ വെച്ചിട്ടോ കപ്പിൽ വെച്ചിട്ടോ നമ്മൾ മാവ് നിറച്ച് കൊടുക്കുക. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ മാവ് നിറച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പഞ്ചസാര സിറപ്പ് ഇപ്പോൾ അവിടുന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയ്ക്കാണ് ഞാനിത് ഫില്ല് ചെയ്യുന്നത്. ഇതെന്ന് വെച്ചാൽ നമ്മളെല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ചെയ്യണം. ജിലേബി തണുക്കാൻ വേണ്ടി നമ്മളൊരിക്കലും വിടാൻ പാടില്ല. അതായത് ആ ഒരു രീതിയിലായിരിക്കണം, പെട്ടെന്നായിരിക്കണം കാണും. അപ്പോൾ ഇങ്ങനെയുള്ള കോണിൽ ഒരു എന്താ പറയുക കത്രിക വെച്ചിട്ട് ഒരു ഹോൾ ഉണ്ടാക്കി കൊടുത്താൽ നമുക്ക് ഈസി ആയിട്ട് അതിലേക്ക് കൂടെ നമുക്ക് എന്താ പറയുക നമ്മുടെ മാവ് വരും. അപ്പോൾ ഇത് കണ്ടോ, നിങ്ങൾ എൻ്റെ കൈ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇപ്പം നമുക്ക് ഒറ്റനൂൽ പരുവായിട്ടുണ്ട്. ഇനി ഉടനെ തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തതിന് നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ ജിലേബി ഫ്രൈ ചെയ്തെടുക്കലാണ്. അപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത്, ഇതിപ്പോൾ ഞാൻ ടെസ്റ്റ് ചെയ്യുന്നതാണ്. എന്താ വെച്ചാൽ ഒന്നും വരുന്നുണ്ടോ നോക്കുന്നത്. രണ്ടാമത്തെന്ന് വെച്ചാൽ എണ്ണ ചൂടായിരുന്നു. അപ്പോൾ എണ്ണ ചൂടായിട്ടില്ല. അപ്പോൾ കുറച്ചും കൂടെ തിക്നെസ്സിൽ കട്ട് ചെയ്യുക, എങ്കിലേ എനിക്ക് കുറച്ചും കൂടെ തിക്കായിട്ടുള്ള ജിലേബിയുടെ കട്ടിയിൽ വരും. അപ്പോൾ ഇതുപോലെ എണ്ണ അത്രയും ലോ ഫ്ലെയിമിലായിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ചുറ്റുമ്പോൾ നമ്മളെ ജിലേബി നാട പോലെയായി റിബൺ പോലെ അങ്ങ് പോകും. അപ്പോൾ ഇതുപോലെ ആയിരിക്കണം. അപ്പോൾ ഇതിപ്പോൾ ഷേപ്പ് എന്ന് വെച്ചാൽ നമ്മൾ സ്ഥിരം ചെയ്യുന്നവരല്ലാത്തതുകൊണ്ട് കൈ ചിലപ്പോൾ വഴങ്ങണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ആവുന്ന ഒരു രൂപത്തിൽ ആക്കിയെടുത്താൽ മതി. പ്രത്യേകം ശ്രദ്ധിക്കണം, എണ്ണ ഏറ്റവും ലോ ഫ്ലെയിമിലായിരിക്കണം. എന്നിട്ട് നമ്മൾ കഴിഞ്ഞാൽ ഇത് ഫ്ലെയിം കൂട്ടിക്കൊടുത്താൽ മതി, അതും മീഡിയം ഫ്ലെയിമിൽ. ഒരുപാട് കരിഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ നമ്മുടെ ജിലേബി ഏകദേശം റെഡി ആകുന്നുണ്ട്. ഇത് കുറച്ചും കൂടെ സിറപ്പിലിട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഡാർക്ക് കളർ വരും കേട്ടോ.
അപ്പോൾ നല്ല നിങ്ങൾക്കത് എടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ക്രിസ്പി ആയിട്ടുള്ള ജിലേബിയാണ്. അപ്പോൾ ഇനി നമുക്ക് നേരെ ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ അടുത്തതും അതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ ഫ്ലോ ആയിട്ട് വരണം, അതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ വെള്ളം ചേർത്ത് വെക്കുക. അപ്പോൾ കറക്റ്റ് ഷേപ്പ് നമുക്ക് നമ്മുടെ നമ്മുടെ ഇതിനനുസരിച്ച് യുക്തിക്കനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം എടുത്ത ജിലേബി നമ്മൾ ഷുഗർ സിറപ്പിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഷുഗർ സിറപ്പ് എപ്പോഴും ഒരു ചൂടിൽ വേണം നമ്മൾ ജിലേബി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്, എങ്കിലേ ജിലേബീൻ്റെ അകത്തേക്ക് നമ്മൾ സിറപ്പ് പിടിക്കും. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സെറ്റും നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ശരിക്കും നമുക്ക് ആ സ്പൂൺ കൊണ്ട് എടുത്ത് ഞാൻ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ക്രിസ്പി ആണെന്ന്. അപ്പം അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇതാ സിറപ്പ് തിളച്ചുകൊണ്ടിരിക്കുന്നത്. തിളക്കുകയെന്ന് വെച്ചാൽ ഓവർ ഫ്ലെയിമിലല്ല, ഒരു ലൈറ്റ് ചൂട് എപ്പോഴും ഉണ്ടായിരിക്കണം, എങ്കിലേ അതിൻ്റെ അകത്തേക്ക് നമ്മുടെ എണ്ണ സിറപ്പ് നമ്മൾ പിടിക്കുകയുള്ളൂ. അപ്പോൾ നേരെ നമ്മൾ ഇത് ഇപ്പുറത്തുനിന്ന് ജിലേബി ആവുന്നുണ്ട് ആയിക്കഴിഞ്ഞ് നേരെ ഇപ്പുറത്തേക്ക് സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതുപോലെ ഞാനെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും സെറ്റ് ഉണ്ട്, ഞാൻ അതും കൂടെ ചെയ്തെടുക്കുകയാണ്. അതിന് മുന്നേ ഇത് കുറച്ചൊന്ന് സിറപ്പിലേക്ക് പിടിച്ചോട്ടെ. നിങ്ങൾക്ക് കുറേ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ ഒരു 2.5 കപ്പ് പഞ്ചസാരക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ സിറപ്പിൽ നിന്നൊക്കെ ജിലേബി നല്ല തിളച്ചിത് നല്ല അതിൻ്റെ ഉള്ളിലേക്ക് പിടിച്ചിറങ്ങുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എടുത്ത് മാറ്റാൻ പോവുകയാണിത്. നമ്മൾ സിറപ്പ് എല്ലാം റെഡിയായി, ജിലേബി റെഡിയായി. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ജിലേബി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് എന്താ വെച്ചാൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം, 1 ടേബിൾ സ്പൂണോളം നെയ്യ്. എന്തിനാ വെച്ചാൽ നമ്മൾ ജിലേബി കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തമ്മിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ അതില്ലാണ്ടിരിക്കാനും അതുപോലെ ജിലേബിക്ക് നല്ല ഷൈനിങ് കിട്ടാനും പിന്നെ നല്ലൊരു നല്ലൊരു സ്മെല്ല് കിട്ടാനും വേണ്ടിയിട്ട് ഞാനിങ്ങനെ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നു. നെയ്യ് എല്ലാ ജിലേബിയിലും വരത്തക്ക വിധം വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള പുറമെ നല്ല ക്രിസ്പിയും ഉള്ളു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ജിലേബി റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. മധുരം ഓവർ ഇഷ്ടപ്പെടാത്തവർക്കും ഇഷ്ടപ്പെടുന്ന ജിലേബിയാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഓവർ ഉള്ളിൽ ജ്യൂസി ആയിട്ടുള്ള ജിലേബിയല്ല, ഇതൊരു ക്രിസ്പി ആയിട്ടുള്ള പുറമെ മാത്രം കുറച്ച് മധുരം, ഉള്ളിൽ അധികം ജ്യൂസി അല്ലാത്ത രീതിയിലുള്ള ജിലേബിയാണ്, ഓവർ മധുരം ഇല്ലാത്ത ജിലേബിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എന്നിട്ട് ഇതുപോലെയുള്ള ടൈറ്റായിട്ടുള്ള കണ്ടെയ്നറിൽ അടച്ചു വെച്ച് നല്ല ക്രിസ്പി ആയിട്ട് 2-3 ദിവസം തന്നെ നിൽക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.